സ്വന്തം കൈ കൊണ്ട് പറിച്ചെടുത്ത നല്ല ഫ്രഷ് സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലേ ഒരു ചാൻസ് കിട്ടുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ക്യാമറോൺ ഹൈലൻഡ്സ് മലേഷ്യയിൽ പോയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. ഇഷ്ടംപോലെ സ്ട്രോബെറി ഫാമുകളും സ്ട്രോബെറി ഫാം വിസിറ്റുകളും ഉണ്ട് കേട്ടോ അവിടെ. മലേഷ്യയിലെ ക്യാമറോൺ ഹൈലൻഡ്സ് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമാണ്. ഫുള്ളിങ്ങനെ സ്ട്രോബെറി ഫാമുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കൊണ്ട് നല്ല അനുഗ്രഹീതമായ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി പിക്കിംഗ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറിച്ച സ്ട്രോബെറി നോക്കുമ്പോൾ ബാക്കിൽ കണ്ടോ അങ്ങനെ ചെറുതായി ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചതഞ്ഞതൊക്കെ നോക്കി വേണം, കണ്ടാലുള്ള ലുക്കല്ല, ഫുൾ എല്ലാ ഭാഗവും നോക്കിയിട്ട് വേണം സ്ട്രോബെറി പറിക്കാനെന്നുള്ളത് മനസ്സിലായി ആദ്യത്തെ സ്ട്രോബെറി പറിച്ചപ്പോൾ തന്നെ. ഇങ്ങനെ 1/2 kg 1 kg അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറിക്കാം കേട്ടോ. നമുക്ക് അവരിങ്ങനെ ഒരു ബാസ്ക്കറ്റ് തരും. എന്നിട്ട് നമ്മൾ വെയിറ്റ് നോക്കുക. എന്നിട്ട് വെയിറ്റ് നോക്കിയിട്ട് കറക്റ്റ് 1/2 kg ഒക്കെ ആണെങ്കിൽ 30 റിങ്കറ്റൊക്കെയാണ് കേട്ടോ അവിടുത്തെ റേറ്റ്. 30 റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 450 രൂപയൊക്കെ ആയി. പക്ഷെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇഷ്ടത്തിന് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്ത സ്ട്രോബെറി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ട്രോബെറി ഫാമുകളുണ്ട്. രാജു ഹില്ല് അങ്ങനെ ഒരുപാട് പേരുള്ള കുറേ ബിഗ് റെഡ് സ്ട്രോബെറി ഫാം, അങ്ങനെ കുറേ സ്ട്രോബെറി ഫാംസ് ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ഫാമിൽ കയറിയിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഏറ്റവും നല്ലത് നോക്കിയിട്ട് നല്ലത് മാത്രം ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ള പൂക്കൾ കണ്ടില്ലേ, ഈ സ്ട്രോബെറിയുടെ പൂക്കൾ നല്ല വെള്ള പൂക്കളാണ്. ആദ്യമായിട്ടാണ് ഈ സ്ട്രോബെറിയുടെ ഫ്ലവേഴ്സ് കാണുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പഴുക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഓറഞ്ച്, ആദ്യം വെള്ളയാണ് കായ ഉണ്ടായി കഴിയുമ്പോൾ, പിന്നെ ഇങ്ങനെ വെള്ളൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ ഓറഞ്ച് കളർ ഇങ്ങനെ കയറി വന്നിട്ട് അവസാനം ഫുള്ള് നല്ല റെഡ് കളറാവും കേട്ടോ. ഏറ്റവും മുകൾ ഭാഗം കണ്ടോ, ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് അവിടെ കളർ വരുന്നത്. ആ ഞെട്ടിയുടെ ഭാഗം ശരിക്കും പഴുക്കാത്തതിൻ്റെ ആ ഭാഗം വെള്ള കളറായിരിക്കും. അങ്ങനെ ഫുള്ള് പൂത്ത് വെള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ട്രോബെറി തോട്ടം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കിഡിലൻ ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഇങ്ങനത്തെ പാത്രത്തിൽ നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ കിട്ടൂലേ ഈ സ്ട്രോബെറീസ്, കുറേ ലീഫൊക്കെ സ്ട്രോബെറിയുടെ ഇലയൊക്കെ അടിയിൽ ഇങ്ങനെ ഇട്ടിട്ട്. പക്ഷെ അടിയിൽ ഒരുപാടെണ്ണം ചീഞ്ഞിട്ടുണ്ടാവും, പകുതി പോലും നല്ലത് കിട്ടാറില്ല. സാധാരണ എത്ര പുതിയത് വന്നന്ന് വാങ്ങിയാലും ഒരുപാടെണ്ണം ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അത്ര ഫ്രഷായിട്ട് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. ഇതിങ്ങനെ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഇങ്ങനെ നല്ല ഫ്രഷായിട്ടുള്ള സ്ട്രോബെറി തോട്ടത്തിൽ കൂടി നടന്ന് അതിൽ ഏറ്റവും വലുതും ഏറ്റവും നല്ലതും നല്ല ഫ്രഷ് ലുക്കിങ്ങൊക്കെ ആയത് മാത്രം നമ്മളിങ്ങനെ കൈ കൊണ്ട് പറിച്ചെടുത്തു കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു സിസേഴ്സ് തരും, അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഹാൻഡ് പിക്കിംഗ് ആണ്. നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ആ ഞെട്ടി ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി എന്നവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി പൊട്ടിക്കാനും പഠിച്ചു. ഈ സ്ട്രോബെറി അധിക ദിവസമൊന്നും പക്ഷേ ഇരിക്കണില്ല കേട്ടോ. ഒരു 3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഈ സ്ട്രോബെറി പെട്ടെന്ന് അവിടുത്തെ ക്ലൈമറ്റിൻ്റെയാണ് തോന്നുന്നു പെട്ടെന്ന് ചീത്തയാവുന്നുണ്ട്. അത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ വാങ്ങിച്ച് അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് തന്നെ കഴിച്ച് തീർക്കണം എന്ന് അവർ പറഞ്ഞേ. അങ്ങനെ നമ്മൾ നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ലുക്കുള്ള നല്ല സുന്ദരന്മാരായ സ്ട്രോബെറികളെ കുറേ എണ്ണത്തിന് പറിച്ചെടുത്തു. അങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റ് ഫുള്ളാണ് ഏകദേശം ഒരു 1/2 kg എന്ന് അവർ പറഞ്ഞു കേട്ടോ. കണ്ടോ, 2 എണ്ണം ഇങ്ങനെ ഒരൊറ്റ ഞെട്ടിയിൽ ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണ്. ഇത് തേഞ്ഞിട്ടില്ല, ഒരു 1/2 kg ആയിട്ടുണ്ടാവില്ല, കുറച്ചും കൂടി വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവർ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ലതൊക്കെ നോക്കി അങ്ങനെ പറിച്ചെടുത്തു. ഇവർ ഈ സ്ട്രോബെറി കൃഷി ചെയ്യുന്ന രീതി കണ്ടില്ലേ, ഒരു നീണ്ട പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്താണ് മണ്ണ് കേട്ടോ. മണ്ണ് നിറച്ചിട്ട് ഓരോരോ ഹോൾസ് ഇങ്ങനെ ഓട്ടകൾ ഇങ്ങനെ മുകളിലിട്ടേക്കാണ്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ചെടി വരുന്നത്. അതുപോലെ നിലത്തും ഒരു കണക്ഷനും ഇല്ല, ഒരു ചെറിയ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുഴുക്കടിയൊക്കെ വളരെ കുറവാണ്. മണ്ണിൽ നേരിട്ട് വെച്ചാൽ പുഴുക്കടിയായ കാരണം ഒരുവിധം സ്ട്രോബെറീസ് കിട്ടൂല, എല്ലാം പുഴു കടിച്ച് പോകുന്നവർ പറഞ്ഞേ. ഇത് കീടങ്ങളെ ഒരു പരിധി വരെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയട്ടോ. ഇങ്ങനത്തെ കവറിൽ കംപ്ലീറ്റ് ഹോൾ ഇട്ടത് കാരണം ഈ സ്ട്രോബെറീസിലേക്ക് ഒരു പുഴുവിനും എടുക്കാൻ കഴിയില്ല. നിലവുമായിട്ടും കോൺടാക്റ്റ് ഇല്ല, ഈ ചെടി നിൽക്കുന്ന മണ്ണുമായിട്ടും ശരിക്കും കോൺടാക്റ്റ് ഇല്ല. പക്ഷെ മണ്ണ് ആവശ്യത്തിന് കിട്ടണമുണ്ട്. പക്ഷെ മുകളിലൊരു ഷെയ്ഡും വേണം. നല്ല മഴയും വല്ലാണ്ട് മഴ വന്നാലും ചീഞ്ഞു പോകും. അപ്പോൾ അവർ വെള്ളം നനക്കും. അങ്ങനെ ഡയറക്റ്റ്ലി ഹെവി ആയിട്ടുള്ള വെള്ളമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്ട്രോബെറി ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കക്കാടംപൊയിലൊക്കെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഇപ്പോൾ സ്ട്രോബെറി കൃഷികൾ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ നീളത്തിലിങ്ങനെ പടർന്ന് പാടങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് ഫാമുകൾ എല്ലായിടത്തും ഈ രീതി തന്നെയാണ് കേട്ടോ കൃഷി. ഇങ്ങനെ ക്യാമറോൺ ഹൈലൻഡ്സിൽ ഫുള്ള് ഇങ്ങനെ നീണ്ട പൈപ്പ് പോലത്തെ കവറിൽ മണ്ണ് നിറച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് കണ്ടോ. നമ്മളിങ്ങനെ പറിച്ച് കഴിയുമ്പോൾ കുറച്ചധികം മൂക്കാത്തതും കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നാളെയും കഴിക്കാമല്ലോ. എല്ലാം ഫുള്ള് പഴുത്തതായി കഴിഞ്ഞാൽ ഇന്ന് തന്നെ തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒക്കെ നാളേക്ക് ചീഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ആ ഫ്രഷ് സ്ട്രോബെറീസൊക്കെ പറിച്ച് അതിന് ഒരു 5-6 എടുത്ത് ഇനി കഴുകി ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. ഒക്കെ നല്ല കറക്റ്റ് പഴുപ്പുള്ളതാണ് എടുത്തത്. അങ്ങനെ കഴുകിയിട്ടൊരു കടിയൊക്കെ കടിച്ച് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ചെറിയ പുളിയും നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അവിടെ ഈ സ്ട്രോബെറി തോട്ടം മാത്രമല്ല കേട്ടോ, അവിടെ വേറെയും കുറേ ഉണ്ട്. കണ്ടോ, മൾബറീസ് കണ്ട,
നല്ല ചെറിയ കുരുകുരായിട്ടിരിക്കുന്ന റെഡ് മൾബറി, അത് നന്നായി പഴുത്ത് കഴിയുമ്പോൾ നല്ല വയലറ്റ് കളറാവട്ടെ, ഡാർക്ക് വയലറ്റ് കളർ. പഴുത്തൊരു കായ കണ്ടില്ലേ, നല്ല വയലറ്റ് മുന്തിരിക്കൊല പോലെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിമിക്കിയുടെ ഷേപ്പിൽ നമ്മുടെ ജിമിക്കി മുളകുണ്ട്. ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കാണ് റിങ്കറ്റ് മണി 15ഉം 20ഉം ഒക്കെ കൊടുത്താൽ. ഒരു പപ്പായ, ഒരു ടൈപ്പ് പപ്പായ, ഇതൊക്കെ നമുക്ക് വാങ്ങിയിട്ട് വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയുള്ള കുറേ ഫാമുകളുണ്ട്. ഇങ്ങനത്തെ ഫാമുകളും കുറേ ക്യാക്ടസുകൾ കണ്ടോ. ക്യാക്ടസൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങിക്കൊണ്ടുവന്നു. ക്യാക്ടസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ക്യാമറോൺ ഹൈലൻഡ്സ്, മലേഷ്യ. മിസ്സാവാതെ